പ്രകാശേട്ടാ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇവിടെ ആർക്കും ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. എന്തിനെല്ലാവരും കൂടി ഈ മുറിയിൽ കുത്തിത്തള്ളി നിൽക്കുന്നത്? കണ്ണീരൊലിപ്പിച്ച് നിന്നു വെച്ച് കുത്തുകൊണ്ട് കിടക്കുന്നതിന്റെ വേദനയ്ക്ക് വല്ല കുറവുണ്ടാവോ? പ്രകാശ, സമയവും സാഹചര്യവും നോക്കി വേണം സംസാരിക്കാൻ. അമ്മ, അതിന് അമ്മയുടെ മോന് വകതിരിവ് വേണ്ടേ? വകതിരിവില്ലാത്തത് എനിക്കല്ല, ഈ കിടക്കുന്നവനാ. വളിച്ചതും പുളിച്ചതും ഒക്കെ നാട്ടുകാർക്ക് വിളമ്പിക്കൊടുത്താലേ ദാ ഇതുപോലെ കിടക്കേണ്ടി വരും. ഇവൻ കൊടുത്ത ആഹാരം കഴിച്ചേ ആർക്കോ ഫുഡ് പോയിസൺ വന്നിണ്ടാവും. വയറിളക്കത്തിന് ഒരു ഗതിയും പരഗതി ഇല്ലാതെ വന്നപ്പോ അവൻ തട്ടുകിടക്കാരനെ തട്ടാൻ നോക്കിയതായിരിക്കും. ഏതായാലും ദൈവാധനം കൊണ്ടൊന്നും സംഭവിച്ചില്ല. ഇവിടെ ഒരുത്തിയുടെ ജാതകദോഷം വെച്ച് നോക്കിയാലേ കണ്ണി കൊള്ളേണ്ടത് കരളി കുത്തി കയറണതാ. പ്രകാശേട്ടാ, ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ? ഇതൊന്നും ദൈവം പോലും സഹിക്കില്ല. എടി, കണ്ണി കണ്ടവന്റെ കയ്യിൽ നിന്ന് കുത്തുകൊണ്ട് വന്നവനെ പുകഴ്ത്തിപ്പാടിന്ന് വെച്ച് അവന്റെ വയറ് കീറിയതിന്റെ വേദന കുറയാനൊന്നും പോകുന്നില്ല. ഇപ്പൊ കൊടുത്ത ഇഞ്ചക്ഷന്റെ വീര്യം കുറയും തോറും വേദനയുടെ വീര്യം കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ മൂക്കിൽ പഞ്ഞി വെച്ച് കിടത്തേണ്ടി വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ദൈവത്തിനോട് നന്ദി പറയാ. നാളെ കഴിഞ്ഞ് വേദനയൊക്കെ കുറയുമ്പോഴേ കുശലങ്ങളൊക്കെ പറയാം. പ്ലീസ്, കണ്ടവന്റെ കുത്തുകൊണ്ട് കിടക്കുന്നവന് കുറച്ച് ശ്വാസം കിട്ടട്ടെ. പട്ടിയെ പോലെ ഇരുന്ന് മോങ്ങാതെ എണീറ്റ് പോടാ.